റെഡി. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടുള്ളത്. ഈ നല്ല ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ജെൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, നല്ല അഫോർഡബിൾ ആണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിട്ട് നല്ലൊരു മസാജൊക്കെ ഫേസിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. ഇത് ഏത് ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ആണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിക്കൊരു ഗ്ലോ തരുന്നൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി എൻ്റെ മുഖം മൊത്തം ഈവൻ ടോണാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോ ഇടാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂഡ് ഷെയ്ഡും ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഈ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചിക്സിലും കളത്തും മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് ചുമച്ചൊന്ന് ചുമപ്പിച്ച് കൊടുക്കുന്നത്. എനിക്ക് ഈ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്റർ പാലറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തതിന് ശേഷം നമ്മുടെ കവളിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടിയാണ്. അതിന് ശേഷം ഈ ഒരു ബ്രൗൺ എടുത്ത് മൂക്കത്ത് അവിടെയും കവളത്തും കുറച്ച് താടിക്കൊക്കെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് എടുത്തതിന് ശേഷം കണ്ണിൻ്റെ മേലൊന്ന് ഷിമ്മറി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡാസ്ലറുടെ ഐലൈനർ വെച്ച് നന്നായിട്ടൊന്ന് കണ്ണ് എഴുതിയിട്ട് വന്നിട്ടുണ്ട്, വാലൊക്കെ ഇട്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് മസ്കാരയാണ്. ഇത് എൻവൈബയുടെ മസ്കാരയാണ്. ലാസ്റ്റ് നമ്മൾ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഗൈസ്. ഇത് ഗേൾ പവർ ആണ് ഷെയ്ഡ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹിജാബൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു പിങ്ക് ടോപ്പും അതുപോലെ തന്നെ വൈറ്റ് ലെഗിൻസും വൈറ്റ് തട്ടമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് വാച്ച് ഇട്ടിട്ടുണ്ടായി. അതേപോലെ തന്നെ ഒരു ലോങ് മാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.